ഹലോ ഹായ് എന്നാണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഫോളൊക്കെ ആയി ഫോളിന് മുമ്പ് ഞാനിട്ട് വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടല്ലോ അല്ലേ കാണാത്തവർ ഞാൻ അതിൻ്റെ ലിങ്ക് ചേർത്തേക്കാം അപ്പോൾ പോയി കാണണേ ഇന്ന് നമ്മളിപ്പോൾ ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ മീറ്റ് ബോൾ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതെന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് വെളിയിൽ നിന്ന് മേടിച്ച മീറ്റ് ബോളാണ് ഇപ്പോൾ ഇത് ഗ്രിൽഡ് മീറ്റ് ബോളാണ് അതുകൊണ്ടാണ് ആ ബ്ലാക്ക് കളറിലൊക്കെ കാണുന്നത് ഇനി ഈ മീറ്റ് ബോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള സൈസിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ഞാനിപ്പോൾ ഓരോ മീറ്റ് ബോൾ 4 കഷ്ണങ്ങളായിട്ടാണ് മുറിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനിയും ചിലർക്ക് ഇതിലും ചെറിയ കഷ്ണങ്ങളാണ് വേണമെന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കാം അതിന് കുഴപ്പമില്ല അപ്പോൾ നമ്മൾ മീറ്റ് ബോൾ കട്ട് ചെയ്തെടുക്കുക ഇനി മീറ്റ് ബോൾ കൂടാതെ ഇനിയും വേണ്ട സാധനം എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങാണ് ഇപ്പോൾ വലിയ ഉരുളക്കിഴങ്ങ് എടുത്താലും കുഴപ്പമില്ല ഞാനിവിടെ എടുത്തേക്കുന്ന ബേബി പൊട്ടറ്റോസ് ആണ് അപ്പോൾ ഇതിങ്ങനെയാണെങ്കിൽ ഇതിലും ചെറിയ പൊട്ടറ്റോസ് ആണെങ്കിൽ ഇത് അതേപടി ഇട്ടാലും മതി ഇപ്പോൾ ഇത്രയൂടെ ഞാൻ ഇതായാലും കട്ട് ചെയ്താണ് ഇടുന്നത് ഇപ്പോൾ വലിയ പൊട്ടറ്റോ ആണെങ്കിലും കുഴപ്പമില്ല കട്ട് ചെയ്ത് ഇടുക അപ്പോൾ നമ്മുടെ മീറ്റ് ബോളിൻ്റെ ഏത് സൈസാണോ ഏകദേശം അത് ആ ഒരു സൈസിൽ തന്നെ വേണം ഈ പൊട്ടറ്റോയും കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ഈ പൊട്ടറ്റോയും നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിന് ശേഷം നമുക്ക് വേണ്ടത് അടുത്ത സാധനം എന്ന് പറയുന്നത് ഒനിയനാണ് അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഒരു ഒനിയൻ എടുത്തിട്ട് അതും ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇനി നമുക്കൊരു പാൻ എടുത്ത് ആ പാനിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് കടുകിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി നന്നായിട്ട് വരുന്ന സമയം നമുക്കിനി ഇതിനകത്തോട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഒരുപാടങ്ങ് മൊരിഞ്ഞു പോകണ്ട കേട്ടോ ഒന്ന് ആ ഒരു നമ്മുടെ സവോളയൊന്ന് നിറമൊക്കെ ഒന്ന് മാറി വരികയല്ലേ ആ പരുവാകുന്നിടം വരെ മതി ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കണം അതിന് മുമ്പായിട്ട് നമുക്ക് ഓരോരുത്തർക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കുക കാരണം മീറ്റ് ബോൾ എന്ന് പറയുന്ന സാധനത്തിന് ഓൾറെഡി ഉപ്പുണ്ട് അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങിന് ആവശ്യമുള്ള മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഞാനിവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് നമ്മുടെ വെളുത്തുള്ളി അരിഞ്ഞ് ചേർക്കാം അപ്പോൾ വെളുത്തുള്ളി അരിഞ്ഞ് ചേർക്കുന്നതിനേക്കാളും എനിക്ക് ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് വെളുത്തുള്ളിയുടെ പൊടി ഇടുന്നതാണ് അപ്പം ഗ്രാനുലേറ്റഡ് ആയിട്ടുള്ള ഈ ഗാർലിക് പൗഡറാണ് ഞാൻ ഇതിൻ്റെ അത് ചേർത്തേക്കുന്നത് അപ്പം അതാവുമ്പോഴത്തേന് ഈ വെളുത്തുള്ളിയൊക്കെ കഷ്ണങ്ങൾ കാണുമ്പോൾ പിള്ളേരൊക്കെ എടുത്ത് കളയുകയല്ലേ ഇതാവുമ്പം ഈ പൗഡർ ആയതുകൊണ്ട് എല്ലാവരുടെയും വയറ്റിൽ ചെന്നോളും അന്നേരം അതുകൊണ്ട് ഞാൻ ഇച്ചിരി വെളുത്തുള്ളി പൊടി ഇട്ടു പിന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതെല്ലാം കൂടെ വഴണ്ടി വരുന്ന സമയം നമുക്കിനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ആദ്യമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കൊറിയാൻഡർ പൗഡർ അല്ലെങ്കിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ പുറകെ ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിന് ശരിക്കും പറഞ്ഞാൽ വളരെ കുറച്ച് സമയം മതി കേട്ടോ ഇത് ഉണ്ടാക്കാനും കുറച്ച് സാധനങ്ങളും അല്ലേ ഉള്ളൂ പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് നമ്മുടെ ബീഫൊക്കെ ഉലർത്തിയതൊക്കെ ഇല്ലേ നമ്മുടെ നാട്ടിലെ കേരള സ്റ്റൈൽ ബീഫ് ഉലർത്തിയത് അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് അടുത്തത് ചേർത്ത് കൊടുക്കാനുള്ളത് മുളക് പൊടിയാണ് മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് സാധാരണ മുളക് പൊടി ചേർക്കണമെങ്കിൽ അത് ചേർക്കാം ഇല്ല സാധാരണ മുളക് പൊടിയും കാശ്മീരി പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ചേർക്കണമെങ്കിൽ അത് ചേർക്കാം ഇല്ലെങ്കിൽ കാശ്മീരി പൊടി മാത്രം മതിയെങ്കിൽ അതും ചേർക്കാം ഡിപ്പെൻസ് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചുള്ള മുളക് പൊടി ഇതിൻ്റെ അകത്ത് ചേർക്കും ഇതിൻ്റെ അകത്ത് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ്മീരി ചില്ലിയും സാധാരണ ചില്ലിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത് അതുകൊണ്ട് 1.5 ഞാൻ ചേർത്തിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ ഗരം മസാലയാണ് ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇനി ഇതിൻ്റെ അകത്തോട്ട് കാരണം ഞാൻ ഈ മുളക് പൊടി കണ്ടോ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടെങ്കിലും ഞാൻ ഇനി ഇതിൻ്റെ അകത്തോട്ട് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഓരോരുത്തരുടെ എരിവ് എന്തേരം വേണോ എന്നുള്ള കണക്ക് കൂട്ടി വേണം ഇതിനകത്ത് ചേർക്കാൻ പ്രത്യേകം ഞാനത് മെൻഷൻ ചെയ്യുന്നു കാരണം അല്ലെങ്കിൽ കുറേ മുളക് പൊടി വാരിയിട്ട് പിന്നെ കുരുമുളക് പൊടി ഇടുമ്പോൾ വായിക്കകത്ത് വെച്ചാൽ പൊള്ളുന്ന രീതിയിലാവല്ലേ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നമ്മുടെ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുത്ത് പെപ്പർ കംപ്ലീറ്റ്ലി പൊടിച്ചതല്ല ഇച്ചിരി ഒരു
തരിതരിപ്പുള്ള രീതിയിലുള്ള പെപ്പർ പൗഡറാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ്. ചില്ലി ഫ്ലേക്സ്, ഈ ചില്ലിയും ഞാൻ പറഞ്ഞില്ലേ എരിവൊന്നും അധികമില്ല, ഒരു ലുക്കിന് വേണ്ടിയുള്ള രീതിയിലുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇട്ടിട്ട് ഒത്തിരി എരിവൊന്നുമില്ല. ഇത്രയും സാധനങ്ങൾ ഇട്ടാലും ഈ കറിക്ക് അത്ര എരിവ് വരികയില്ല. അപ്പം നമ്മുടെ ഈ മോരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇങ്ങനെ തേങ്ങ അരച്ച കറിയൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ ഇത് കൂട്ടാൻ നല്ല ടേസ്റ്റിയാണ്. ഈ കറക്റ്റ് എരിവും പാകവും എല്ലാം ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇടുവാണെങ്കിൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും, ഒരു ഇടയ്ക്കൊക്കെ കടിക്കാനും ഒക്കെ കിട്ടും. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് അഡീഷണൽ ഞാൻ ചേർക്കാത്ത ഒരു സാധനം നിങ്ങൾക്ക് വേണേൽ ചേർക്കാം. അതായത് നമ്മുടെ തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനിയും നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഞാൻ ആദ്യം ഇടുക. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മീറ്റ് ബോൾ ഓൾറെഡി കുക്ക്ഡ് മീറ്റ് ബോളാണ് ഞാൻ മേടിച്ചത്. ഞാൻ പറഞ്ഞില്ലേ ഗ്രിൽഡ് മീറ്റ് ബോളാണ്. അപ്പോൾ അങ്ങനത്തെ മീറ്റ് ബോൾ ആകുമ്പോൾ നമുക്ക് ആദ്യം മീറ്റ് ബോളിൻ്റെ ആവശ്യമില്ല. ഒന്ന് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്ത് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഉരുളക്കിഴങ്ങ് ഒന്ന് വേവാറായി വരുമ്പോൾ ഒരു പകുതി വെന്ത പരുവാകുമ്പോൾ നമ്മൾ മീറ്റ് ബോൾ ചേർത്ത് കൊടുത്താൽ മതി. അതുകൊണ്ട് ആദ്യം നമ്മുടെ ഉരുളക്കിഴങ്ങ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്ത് മസാലയെല്ലാം ഒന്ന് നന്നായിട്ട് പിടിക്കുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് ഉരുളക്കിഴങ്ങ് നമുക്ക് അടുപ്പത്ത് അടച്ചു വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ഉപ്പ് ചേർത്തിട്ടുണ്ട് നമ്മൾ. പക്ഷേ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങിന് പാകമായിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. കാരണം മീറ്റ് ബോളിൽ ഉപ്പുള്ളതാണ്, അത് മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ചിലപ്പം മീറ്റ് ബോൾ ഉപ്പ് കുറവാണല്ലോ എന്നോർത്ത് അപ്പോൾ ഇട്ട് കൊടുത്തേക്കരുത്. സോ നമ്മുടെ ഇതൊന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒന്ന് പകുതി വേവാകുമ്പം നമുക്കൊന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഏകദേശം പകുതി വെന്തിട്ടുണ്ട്. ഞാൻ വന്നു, അപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ട് പോയേക്കായിരുന്നു, ഞാൻ വേറെ പരിപാടിക്ക് പോയേക്കായിരുന്നു. അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ട് ഉരുളക്കിഴങ്ങ്. അപ്പോൾ നമ്മൾ ഇനി ഒന്ന് ഉരുളക്കിഴങ്ങ് ഇളക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് മീറ്റ് ബോൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് മീറ്റ് ബോൾസ് ഇട്ട് കൊടുത്തിട്ട് ഈ ഉരുളക്കിഴങ്ങ് മീറ്റ് ബോൾസും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം മീറ്റ് ബോളിൽ തന്നെയുള്ള കുറച്ച് വെള്ളമൊക്കെ ഇല്ലേ, ആ വെള്ളത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും നമുക്ക്. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ എന്താ ചെയ്യണത്, ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് വെക്കുക. എന്നിട്ട് ഇടയ്ക്കൊരു 2-3 പ്രാവശ്യം വന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് തന്നെ വേവിക്കുക. ആൻഡ് ഫൈനലി ഇനിയിപ്പോൾ എന്തെങ്കിലും വെള്ളം ഉള്ളതായിട്ട് നമുക്ക് തോന്നുവാണെങ്കിൽ മാത്രം ഒന്ന് നിരത്തിയിട്ട് അടുപ്പൊന്ന് തുറന്ന് വെച്ചിട്ട് ഫൈനലി നമ്മൾ തീ ഒന്ന് ഇത്തിരി കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കറി റെഡിയാവും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇനി അടച്ചു വെച്ചിട്ട് ഒന്ന് വേകാൻ സമയം കൊടുക്കാം. ഇപ്പം നമ്മുടെ മീറ്റ് ബോൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇനിയും ഒന്ന് തുറന്ന് നോക്കാം. നമുക്ക് തുറന്ന് നോക്കണ്ടോ, ഇപ്പം മീറ്റ് ബോളൊക്കെ ഒന്ന് കുക്കായിട്ടുണ്ട്. നമ്മൾ ഇനിയൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇവിടെ ഒരു ടേസ്റ്റ് എൻഹാൻസർ പോലെ നമുക്കൊരു സാധനം ആഡ് ചെയ്ത് കൊടുക്കാം. മറ്റൊന്നുമല്ല, നമ്മുടെ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ വേണമെങ്കിൽ കുറച്ചുകൂടെ ചില്ലി ഫ്ലേക്സും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പെപ്പർ പൗഡർ ഈ നമ്മൾ കറിയൊക്കെ വാങ്ങാൻ നേരത്തെ ഇത്തിരി കുരുമുളക് പൊടി മേളിക്കൂടെ തൂകിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ആ കുരുമുളകിൻ്റെ ഒരു പ്രത്യേക മണം വരും. അതൊരു നല്ല ടേസ്റ്റും നല്ല മണമൊക്കെയാണ്. അപ്പോൾ അതിനുവേണ്ടി കുരുമുളകും കുറച്ച് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനിയൊന്ന് ഇളക്കി ഫൈനലി തീ അങ്ങ് ഷട്ട് ചെയ്ത് വെക്കാം. അതോടെ നമ്മുടെ മീറ്റ് ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ മീറ്റ് ബോൾസ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, തേങ്ങ അരച്ച കറികളുടെ കൂടെയാണിത് എപ്പോഴും നല്ലത് ഇത് കൂട്ടാനേ. പച്ചത്തേങ്ങ അരച്ചെടുത്ത കറി, മറ്റേ തീയൽ പോലത്തെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. പച്ചത്തേങ്ങ അരച്ചെടുത്ത കറികളുടെ കൂടത്തിൽ ഈ മീറ്റ് ബോൾ ഫ്രൈ നല്ല രസമാണ്, നല്ല ഒരു ടേസ്റ്റി സാധനമാണ്.
അപ്പം ഡെഫിനറ്റായിട്ട് എല്ലാവരും ഒന്ന് മീറ്റ് ബോൾസ് ഉള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ ഇനിയും വീഡിയോ ആയിട്ട് കാണുന്നിടം വരേക്കും ബൈ. പക്ഷെ പോകുന്നതിന് മുമ്പ് ഇനി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കരുതേ. അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് എന്നും ആവശ്യമുണ്ട്. സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒരുപാട് നന്ദി. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്കും താങ്ക് യു. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്ത് കാണുവാണെങ്കിൽ ഐ വിൽ ബി ഗ്രേറ്റ്ഫുൾ ടു യു. സോ സീ യു ഇൻ അനദർ വീഡിയോ. Bye-bye.